ക്ലാസ്സിലെ ചില പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടിട്ട് കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മിക്ക മുഖവും ഇങ്ങനെ മങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചില ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അപ്പൊ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന റിപ്ലൈ ഇങ്ങനെയാണ്: ടീച്ചറെ ഭയങ്കര പാടുള്ള ചാപ്റ്ററാ, മിസ് ചെയ്ത് ഭയങ്കര പാടാ, കട്ടപ്പാടാ. ഇങ്ങനെയൊക്കെയുള്ള റെസ്പോൺസസ് ആണ് വരുന്നത്. അതിപ്പോ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് പാടാന്ന് മനസ്സിലാവുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും അത് 9th ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ 8th ആളാണെങ്കിൽ 9th ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ 9th ആളാണെങ്കിൽ 10th ചേച്ചി പറഞ്ഞു, ഇങ്ങനെ സീനിയേഴ്സ് പറഞ്ഞു എന്നുള്ള രീതിക്ക് പറയാറുണ്ട് ഭയങ്കര പാടാണെന്ന്. നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസി ആയിരിക്കും, എന്നാൽ അതേ ചാപ്റ്റേഴ്സ് ചില ആൾക്കാർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തരനുസരിച്ച് ഇത് മാറും. ഇത് കുട്ടികളുടെ മാത്രമല്ല, ടീച്ചേഴ്സിലും ചില ചാപ്റ്റേഴ്സ് ചില ടീച്ചേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പഠിപ്പിക്കാൻ, പക്ഷെ ചില ആൾക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടും, അവർ ഒരു എക്സ്ട്രാ വർക്ക് എടുക്കേണ്ടി വരും അത് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ ആൾക്കാരെ വെച്ച് മാറും. സീനിയേഴ്സിന് പാടായതുകൊണ്ട് നിങ്ങൾക്ക് പാടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ മുൻകൂട്ടി ധാരണയൊന്നും വെച്ചുകൊണ്ട് ഒരു ചാപ്റ്റർ അപ്രോച്ച് ചെയ്യേണ്ട കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ പാടായിരുന്നു കാണും, പക്ഷെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ആയിരിക്കും ആ ഹോൾ ഇയറിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടി തോന്നുകയാണ് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട്, നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, ഞാൻ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. കാരണം കുറച്ചു പേർക്കൊക്കെ ഇത് പാടാണെന്ന് അറിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം എന്നങ്ങ് നിങ്ങൾ വിചാരിക്കുക. അത്രയേ ഉള്ളൂ, അവിടെ തീർന്നു കാര്യം.